ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ നമ്മുടെ തലയിൽ എന്താ ഞാൻ ചെയ്യുന്ന കഴുകാൻ ഉപയോഗിക്കുന്ന സാധനം എന്നുള്ളത് ഞാൻ ഇന്ന് പറിച്ചെടുത്ത് ഉണ്ടാക്കി. കേൾക്കുമ്പം വിചാരിക്കേണ്ട വലിയ സാധനമാണ്, അത് സാരമില്ല. ഉണ്ടാക്കുന്ന ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പാചകമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം കൂടെ ഉൾപ്പെടുത്തുന്നതാണല്ലോ നമ്മുടെ വീഡിയോ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ചാമ്പയ്ക്ക, നിറച്ച് ചാമ്പയ്ക്ക കണ്ടോ, ഇഷ്ടംമാതിരി അയ്യോ താഴെ വീഴുന്നുണ്ട്. ഇതെങ്ങനെ എടുത്ത് പറിച്ച് തിന്നാവുന്ന ചാമ്പയ്ക്ക. പുഴു തിന്ന് കാണും, പുഴുന്ന് കടിച്ചാലല്ലേ, പിന്നെ പുഴുവിനെ തിന്നാലല്ല. അതെ ഇവിടെയും കിടപ്പുണ്ട് കണ്ടോ, ഇതുണ്ടോ കാണാവോ, നിറച്ചുണ്ടായി കിടപ്പുണ്ട്. ആർക്കാലും ചാമ്പയ്ക്ക വേണമെങ്കിൽ ഇങ്ങ് പോരാ, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപേ മാങ്ങ. വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കറിയാണ്. കറിക്കുള്ളത് വേവിച്ച് വെച്ചിട്ടുണ്ട്. തല വീണ്ടും ഒന്നുകൂടെ കുളിക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത് തലയെ തേക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും തല ഒന്നുകൂടെ കഴുകുന്നുണ്ട് കേട്ടോ. രാവിലെ കുളിച്ചില്ലേ ഒരു സുഖമില്ലല്ലോ. അപ്പൊ നമുക്ക് പൂരിക്കുള്ള കടു ഇതാക്കാം. പൂരിയുടെ കറി നമുക്ക് ഉണ്ടാക്കാം. പൂരി മസാലയാണ് നമുക്ക്. പൂരിക്ക് കടുക്, ഇച്ചിരി ഉഴുന്നുപരിപ്പൊക്കെ ഇട്ടാൽ നല്ലതാ കേട്ടോ. ഉഴുന്നുപരിപ്പ്, കടുക്, പിന്നെ നമ്മുടെ കരിവേപ്പില എല്ലാം ഇട്ട് കടുക് വച്ചിട്ട് നമുക്ക് കാണാവേ. അങ്ങനെ നമ്മുടെ പൂരിക്കറി പൂരി മസാല റെഡിയായി കണ്ടോ. ഇനിയിപ്പോൾ പൂരി ഓരോ സ്റ്റൈലിൽ ഉണ്ടാക്കണമെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അവിടെ പൂരി ഓരോ സ്റ്റൈലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ. ആ സമയം കൊണ്ട് കറിയൊക്കെ മാറ്റി വെക്കട്ടെ. വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ച് മാറ്റാം. ഇവിടെ ഭയങ്കര ഡെക്കറേഷനാട്ടോ. ഇന്ന് തോന്നിയൊരു ഐഡിയകളാണ്. ഇന്നിങ്ങനെ പൂരി ചേട്ടൻ തന്നെ ഉണ്ടാക്കിക്കോളാണ്. ഇതെന്താ ഡൈമനോ? വേറെ കാണിച്ചു തരാവേ. ഇത് നോക്കിക്കേ, കുട്ടിപ്പപ്പടം പോലെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വലിയ ആൾക്കാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഡൈമൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പല വെറൈറ്റി പൂരിയായി ഇന്നത്തെ കേട്ടോ. അപ്പം ഞാൻ ബാക്കി നോക്കട്ടെ. അപ്പം നമ്മളെ പൂരിയൊക്കെ പല ഡിസൈനിലും ഒക്കെ പരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പം ഞാൻ അതിനെല്ലാം എടുത്ത് നമുക്ക് ഉണ്ടാക്കിയേക്കാം. പൂരി ഉണ്ടാക്കിയേക്കാം അല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായി. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്നതായിരിക്കും ഇന്ന്? ഞങ്ങൾക്കിന്ന് പൂരിയാണ്. നമുക്ക് പൂരി മസാല റെഡിയായി ഇട്ട് കൊടുക്കാം അല്ലേ. നമ്മുടെ പൂരി പിന്നെ എല്ലാവരും നമ്മുടെ വ്ലോഗ് കണ്ട് കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. എല്ലാവരുടെയും കമന്റ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. പറ്റുന്നവർക്കെല്ലാം എന്നെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ മറുപടി ഇട്ടിട്ടുണ്ട് കേട്ടല്ലോ. എല്ലാവരും വായിച്ചല്ലോ അല്ലേ ഞാൻ മറുപടി ഇടുന്നുണ്ട്. ഇത് നമ്മുടെ പൂരി ചെറുതുണ്ട്, വലുതുണ്ട്, സ്റ്റാറുണ്ട്, പല ഡിസൈനിലാണ് പരത്തിയേക്കുന്നത്. അപ്പൊ കട്ടൻ ചായ ഒരിടത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള തയ്യാറെടുപ്പ്. ചോറ് നമുക്ക് എല്ലാം ആവുമല്ലോ, ചോറൊക്കെ റെഡിയായി. ഉച്ചക്കലത്തേക്കുള്ള തയ്യാറെടുപ്പിലോട്ട് നമുക്ക് അപ്പൊ ഞാൻ ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാവേ. നമ്മുടെ പൂരി അങ്ങനെ ലാസ്റ്റ് ഉണ്ടാക്കി തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ.
നമ്മുടെ പൂരി നന്നായിട്ട് പൊങ്ങുന്നുണ്ട്. നമ്മൾ പാവങ്ങളുടെ പൂരി, എൻ്റെ ഒന്നിന് പൂരിക്കകത്ത് ഞാൻ ഒന്നും ചേർക്കാറില്ല. വെറും ഉപ്പും പച്ചവെള്ളവും മാത്രം കൂട്ടിക്കുഴച്ചാണ് എൻ്റെ പൂരി ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടേത് പൂരി നല്ലതായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, പാവം ഞാൻ ഒന്നും ചേർക്കുന്നില്ല. എന്നാലും പൂരി റെഡിയാവുന്നുണ്ട് കണ്ടോ, നല്ലതായിട്ട് പൊങ്ങി വരുന്നില്ലേ? കുട്ടിപ്പൂരി ആയത് കേട്ടോ, ഇത് ചേട്ടൻ്റെ ലീലാവിലാസാണ് ഈ കുട്ടിപ്പൂരി ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഉണ്ടാക്കട്ടെ. അപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ച് കേട്ടോ. ചേട്ടൻ്റെ ഇന്നത്തെ ഒരു ആഗ്രഹമായിരുന്നേ, പല ഡിസൈനിലുള്ള പൂരി ഉണ്ടാക്കണം. ആയിക്കോട്ടെ, ഏത് ഡിസൈനാണേലും നമുക്ക് തിന്നാൽ മതി. ഞാൻ ഓർത്തു ഞാൻ രക്ഷപ്പെട്ടു, അത്രയും നേരത്തേക്കൊന്നും എനിക്ക് വേറെ വല്ല പണിക്കും പോകാമല്ലോ, എന്നാലും നമുക്ക് റെസ്റ്റില്ല, നമ്മൾ വേറെ പണി നോക്കും അല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ തല ഒന്നുകൂടെ കുളിക്കും കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുളിക്കുമ്പം തലയും കൂടെ കുളിച്ചില്ലെങ്കിലേ ഒരു സുഖമില്ലല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ഏത് ഷാമ്പുവാ ഏതാ യൂസ് ചെയ്യുന്നത്, ഏത് താളിയാണ്, ഞാൻ ഷാമ്പു ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ താളി ഏതാ എടുക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെമ്പരത്തി താളിയാണ്, ആ ചെമ്പരത്തി താളിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലാതെ ഞാനൊന്നും എടുക്കാറില്ല. എൻ്റെ മുടി ഒരെണ്ണം പോലും പൊഴിയുന്നില്ല കേട്ടോ. ഞാൻ പറയുന്ന ടിപ്സൊക്കെ ചെയ്യുന്നുണ്ടോ ആവോ? മുട്ടയൊക്കെ തേച്ച് ഒരു പുറകെ അങ്ങനെ ഓരോരുത്തർ പോയി കാണും, ഒരു പ്രാവശ്യം വല്ലതും തേച്ച് കാണും. കറക്റ്റായിട്ട് ചെയ്തില്ലേ ചേച്ചി എൻ്റെ മുടി വളർന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വടി എടുത്തടിക്കും എല്ലാത്തിനിട്ടും കേട്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്ക് പൂരി മസാലയൊക്കെ റെഡിയായി, ചേട്ടൻ കുളിക്കാൻ പോയേ. ആ സമയം ഞാൻ ഓർത്തു നമുക്ക് നമ്മുടെ ജോലി ചെയ്തേക്കാം, ഉച്ചയ്ക്കും വല്ലതും തിന്നണ്ടേ, എല്ലാവർക്കും ഇതൊക്കെ തന്നെ അല്ലേ പണിയുള്ളൂ അല്ലേ. അപ്പം കുറച്ച് ചക്കക്കുരുവിനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചക്കക്കുരു നമുക്ക് ഒരുക്കി വെച്ചാലേ ഈ കയ്യിൽ ഉറയിടാതെ അരിയാനറിയത്തില്ല. ഞാൻ വീഡിയോ നീണ്ടു പോകുന്നുണ്ട്. ഇന്നലെ ഇച്ചിരി എനിക്ക് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നില്ല. എന്നാ സംഭവം എന്ന് പറയും, ഇനി ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കണം അല്ലേ. ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരും ആൾക്കാർക്ക് വീഡിയോ കാണുമ്പോഴത്തേക്ക്. ഇത് എന്നതാ വാചകം തന്നെ വാചകം. സോറി, ഭയങ്കരമായിട്ട് സോറി പറയുന്നു. ഇന്ന് ഞാൻ നല്ലതായിട്ട് നോക്കി കണ്ടുവേ ചെയ്യുന്നുള്ളൂ കേട്ടോ. വീഡിയോ എന്തായാലും താളി എടുക്കുന്നത് കാണിക്കുന്നുണ്ട്, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കണ്ടന്റ് കേട്ടോ. പിന്നെ നമ്മുടെ ചീരവിയൽ വീണ്ടും വെക്കുന്നുണ്ട്. ചീരവിയൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇടയ്ക്കൊരു ക്ലാസ്സിൽ ഞാൻ വെച്ചായിരുന്നു അല്ലേ. അപ്പം അതിനി പ്രത്യേകിച്ച് എന്നാലും വെക്കുമ്പോൾ ഒന്ന് കാണിച്ചേക്കാം. പുതിയ ആൾക്കാരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ കയറി വരുന്നതല്ലേ അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചീരവിയലൊക്കെ വെക്കാം കേട്ടോ. പിന്നെ എന്നായിരുന്നു പറഞ്ഞെന്തോ വന്നതായിരുന്നു, മറന്നുപോയി. ഒരു വായിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. അപ്പം ഇന്ന് നമ്മൾ കറി എന്ന് പറഞ്ഞാൽ ചീരവിയലും മുട്ട പൊരിക്കുന്നേ ഉള്ളൂ. മുട്ട കോഴി ലൈവിലിടുന്ന മുട്ട നമുക്കിരിപ്പുണ്ട്. സ്വപ്നലോകത്തിലെ സ്വപ്നയുടെ അവിടത്തെ പോലെ എന്ത് രസാ അല്ലേ കോഴിമക്കൾ. ഇനി അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും കഥ നീണ്ടുപോകും. അപ്പം ചീരവിയലും മുട്ട പൊരിച്ചതും ചക്കക്കുരു മാങ്ങയും കറി ഉറങ്ങി ഇരിപ്പുണ്ട്. ചെറിയ കൂർക്കേ ഉള്ളൂ, വലിയ കൂർക്കൊന്നുമില്ല. അപ്പം നമുക്കതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണർത്തി നമുക്ക് എടുക്കാം ഇന്ന്. അപ്പം ചക്കക്കുരു മാങ്ങയും കറിയായി, ചീര അവിയലായി, മുട്ട പൊരിച്ചതുമായി. മതി 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 മതി, ഇത്രയൊക്കെ മതി. വലിയ ആർഭാടത്തിലുള്ള ജീവിതമൊന്നും അല്ലല്ലോ ഈ ജീവിതമൊക്കെ മതി. ഇങ്ങനെയൊക്കെ പോയാലേ നമ്മൾ മുമ്പോട്ട് പോകത്തുള്ളൂ അല്ലേ. ഒത്തിരി ആർഭാടത്തിനൊക്കെ പോയി കഴിഞ്ഞാലേ കടമെടുത്ത് കടത്തെ മുങ്ങും. അതുകൊണ്ട് വേണ്ട, ശരിയല്ലേ. ഇന്നലെ കിടങ്ങറയിലെ ചേച്ചി മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോയി തകർത്തു കേട്ടോ. ഞാനില്ലാത്ത കുറവുണ്ടായിരുന്നു അല്ലേ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ ജയം കൂടെ വേണമായിരുന്നു. എനിക്ക് സന്തോഷമായി കേട്ടോ, എന്നെ ഓർത്തല്ലോ എല്ലാവരും. ജയം കൂടെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ കമൻ്റൊക്കെ എടുത്ത് നോക്കും. അതുകൊണ്ട് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് സന്തോഷമായി കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടേ നമ്മുടെ ചീരയും കൂടെ ചേട്ടൻ വരുമ്പോഴത്തേക്കും കൈയെടുക്കാൻ പറ്റത്തില്ല, കഴിച്ചിട്ടൊക്കെ കഴുകാം അല്ലേ. നോക്കട്ടെ, സമയമുണ്ട് കഴുകാം. അപ്പം പിന്നെ നമുക്ക് കാണാം. എല്ലാവരും കമൻ്റ് ഇടുന്നതിന് ഭയങ്കര 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 സന്തോഷം. എല്ലാവരെയും പിടിച്ച് കേട്ടല്ലോ. കമൻ്റ് ഇടുന്നവരും എൻ്റെ വീഡിയോ കാണുന്നവരും എല്ലാവരും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ മോനെ ഇന്നലെ രസമുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ കാര്യമുള്ള സോറി, ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് എടുത്തപ്പോൾ ഉണ്ടേ ഒരെണ്ണത്തെ പിടിച്ച് നോക്കിയപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്ന് ഓരോരുത്തർ ബ്ലാക്ക്. അപ്പം എനിക്ക് ക്ലിക്കായി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നത് ഇങ്ങനെ ചെയ്തിട്ടാ, എങ്ങനെ ചെയ്തിട്ടാ അറിയാതെ പറ്റിപ്പോയതാ, ഒന്നും അറിയത്തില്ല. ഓഫീസിൽ ഇരിക്കുന്ന മോന് മെസ്സേജ്,
മോനെ അമ്മയുടെ ഷോർട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോയി മോനെ. മോൻ ഏതായാലും പാവം അവിടെ ഇരുന്നുണ്ട്. അമ്മ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അമ്മയ്ക്ക് എങ്ങനെ പറഞ്ഞിരുന്നു? ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഷോർട്ടിന്റെ ആ ഇതായതിന്റെ അവിടുത്തെ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് തരാം. അവന്റെ ഐഫോണാണ്, എന്റേത് ഈ ഫോണല്ലേ സാംസങ്ങിന്റെ. അപ്പോഴത്തേക്കും അവന് പെട്ടെന്ന് ക്ലിക്ക് ആകത്തില്ലല്ലോ, ഫോൺ കൈ വേണ്ടേ എങ്ങനെ ആ ഓപ്ഷനൊക്കെ പറയണമെങ്കിൽ. അത് അതുപോലെ സാംസങ് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. അപ്പം ഇവൻ പറഞ്ഞു ആ ഇതൊന്ന് എടുത്തിട്ടേ ഷോർട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് എടുത്തിട്ടിട്ടുണ്ട്. അമ്മ കണ്ടെത്താനൊക്കെ ഒന്ന് പിടിച്ച് ഞെക്കി നോക്കിക്കേന്ന് പറഞ്ഞു. എനിക്ക് ഇത് വിട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ നോക്കട്ടാ മോനേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എങ്ങനെയോ ഞാനില്ലേ സ്വൈപ്പ് ചെയ്ത് ചുമ്മാ അറിഞ്ഞോണ്ടൊന്നുമല്ല കേട്ടോ, എനിക്ക് ABCD അറിയത്തില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ എങ്ങാണ്ട് കാണിച്ചപ്പോൾ അറിയാതെ കിളമ്പുന്നു. അപ്പൊ ഞാൻ ചേട്ടനാണ് റെഡി ആയിട്ടിരിക്കുക പാട്ടൊക്കെ പാടാൻ. മിനിഞ്ഞാന്നത്തെ പാട്ട് അത് ചുഴക്കാനുണ്ടായിരുന്നല്ലേ. ശരി ഞാൻ നോക്കിക്കോളാം കേട്ടോ. അപ്പം ചേട്ടനെ പിടിച്ചു നിർത്തുന്ന കാണുമ്പോഴേ അറിയാലോ, ചേട്ടൻ്റെ ആക്ഷൻ കാണുമ്പോഴേ അറിയാലോ. പിന്നുണ്ടല്ലോ അങ്ങനെ ഇപ്പൊ ചേട്ടനോട് ചേട്ടാ കളറായി റെഡി ആയെന്ന് പറഞ്ഞ് ഒരു വിധത്തിലെ ചേട്ടൻ വന്ന് റെഡി ആയിരിക്കുന്നത് ശരിയായെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അപ്പൊ എനിക്ക് ക്ലിക്കായി എങ്ങനെയാ. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ നോക്കി, അല്ല പിന്നെ ആയി കഴിഞ്ഞിട്ട് ശരിയാവത്തില്ലല്ലോ. പിന്നെ ഞാൻ ഒന്നുകൂടി എൻ്റെ സാംസങ്ങിന്റെ ഈ ഷോർട്ട് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് തട്ടുമ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വീണ്ടും ഒന്നുകൂടെ തട്ടുമ്പോൾ കളറ് പഠിച്ചു. ജയാസ് വെറൈറ്റി ബ്ലൗസ് ഷോർട്ടിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റും പഠിച്ചു, കളറും പഠിച്ചു. അറിയാതെ പൊട്ടം മാവേലെറിയുന്ന പോലെ ഏതോ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, പൊട്ടക്കെണ്ണ മാവേലെറിയുന്ന പോലെ ഉള്ള കാര്യമാണ് എൻ്റെ കാര്യം. അത് ഞാൻ പഠിച്ചു. അപ്പൊ അറിയാൻ മേലാത്തവര് ഓർത്തോണം, സാംസങ്ങിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി, വീണ്ടും ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും കളറായി. അത് ഞാൻ ഓട്ടോമാറ്റിക് പിടിച്ചു. മോന് വീട്ടിൽ കെട്ടി വേഗം ഫോൺ വിളിച്ചു. അമ്മേ ഓഫീസിലിരിക്കും. അമ്മ സാരമില്ലത് മുഴുവൻ കേൾക്കണം എന്ന് പറഞ്ഞു. എന്നാ അമ്മേ എടാ ശരിയായോടോ? ശരിയായോ? എങ്ങനെ? അങ്ങനെ ഒരു രസം ഉണ്ടായി കേട്ടോ. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്. അപ്പൊ എന്റെ ഷോർട്ടൊക്കെ എല്ലാവരും ഒന്ന് കാണണം. ഇന്ന് ഞാനൊരു എന്തേലും ഒരു ഷോർട്ട് ഇടാം കേട്ടോ. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടോ. ഇതോ നമ്മളെ പല ടൈപ്പിലെ പൂരി ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. കണ്ടോ അതോ ഡയമനും ഒക്കെ ഉണ്ട്. പൂരി കറി. ആ ചേട്ടനാണ് പൂരി. ആ പൊങ്ങി. ഇതിപ്പം ഞാൻ ഇപ്പൊ തിന്നോന്നോർത്ത ഉടനെ തന്നെ എടുത്തത്. ഇന്ന് നമ്മുടെ ചീര കണ്ടോ, അടിപൊളി ചീരയാണേ. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ മൂത്ത ചേച്ചി കൊതിപ്പിച്ചു ആലപ്പുഴയിൽ നിന്ന്. അവിടെ ഉണ്ടാകുന്നിടത്തുനിന്ന് മേടിച്ചാണ്. എടി നോക്കടി ദാ ഇതുണ്ടല്ലോ, ഇന്നലെ ചേട്ടൻ മേടിച്ച ഒരു അമ്മുമ്മയുടെ വീട്ടിലുണ്ടാകുന്ന ചീരയാ. കണ്ടോ നീ കള്ളിപ്പെണ്ണെ, അവളെന്നെ കൊതിപ്പിച്ചേക്കുന്നു. ഇത് അതുപോലെ ടേസ്റ്റ് ഉള്ളതാണ്. ഇത് നമ്മുടെ ഇവിടുന്ന് എല്ലാരും ഇപ്പൊ ഇവിടുന്ന് മേടിക്കുന്ന കേട്ടോ. കാണുമ്പോഴേ അറിയാലോ ചീര. കണ്ടോ? എനിക്കിവിടെ കിട്ടി കേട്ടോ. ചേട്ടൻ പോയി മേടിച്ചോണ്ട് വന്നു. അപ്പൊ അവിയലിനൊക്കെ റെഡി ആക്കട്ടെ. അപ്പൊ നമ്മുടെ ചീരയൊക്കെ നമ്മൾ അരിഞ്ഞേ. അപ്പൊ ചീര, ചക്കക്കുരു, കയ്യപ്പറ്റിയ മാങ്ങ, ചക്കക്കുരു ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കാണാമല്ലോ അല്ലെ. പിന്നെ നമ്മുടെ ചീരത്തണ്ട്, ചീരത്തണ്ട് ഇങ്ങനെ അരിഞ്ഞ് കട്ടി അധികം മൂത്തോ കുഴപ്പമില്ല. മൂത്തതിനെ രണ്ടായിട്ട് പിളർന്നിടണം. അല്ലാത്തതിനെ ചുമ്മാ ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി. തണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. തണ്ടെല്ലാം എടുത്തേക്കണം, ഒട്ടും കളയില്ല. വൈറ്റമിൻ ആട്ടോ. ഇതിനകത്ത് വിഷമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഇതൊരു അമ്മുമ്മയുടെ വാങ്ങിച്ച അവരുടെ വീട്ടിലുണ്ടാകുന്ന നല്ല ടേസ്റ്റാ. എന്റെ കൂട്ടുകാരി പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് മേടിച്ചാട്ടോ. ദാ ചീര ഇല ഇട്ട് കൊടുക്കാം. അതിന്റെ മേളിലോട്ടാട്ടോ. തണ്ടും ചക്കക്കുരും ഒക്കെ അടിയിലോട്ട് ഇട്ട് കൊടുത്തേക്കണം. എവിടെ ഇട്ടാലും വേഗമൊക്കെ ചെയ്യും കേട്ടോ. പഴമക്കാര് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ അമ്മയൊക്കെ പറയുന്നതാണ് തണ്ട് അടിയിലിടണം, മാങ്ങ മേളിലിടണം. ഞാൻ ഇതെല്ലാം പ്രയോഗിച്ചിട്ടുണ്ട്. എല്ലാം ഒരേ കണക്ക് തന്നെ വേഗവും ചെയ്യും. പിന്നെ അവർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, അവര് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം. അപ്പൊ ഇതിനകത്തോട്ട് അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മുളക് പൊടിയെ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി ഇട്ട് നമ്മുടെ ഉപ്പ് പൊടിയും കൂടി ഇട്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ചാ വേവാനങ്ങ് വെച്ചേക്കാം. ഇതാ മുളക് പൊടി, ഇച്ചിരി ഉപ്പ് പൊടിയും ഇട്ട കുറച്ച് വെള്ളം ഒഴിച്ചപ്പോ അങ്ങോട്ട് മാങ്ങായും ഇട്ടു കേട്ടോ. മാങ്ങായും മേളിലിട്ടു.
ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് വേഗം വെക്കാം. അപ്പൊ നമ്മുടെ ചീരവിയലൊക്കെ അങ്ങനെ വെന്ത് റെഡിയായിരിക്കുവാൻ തോന്നുന്നു ഇരിക്കുവാണ് കേട്ടോ. ചേട്ടൻ അങ്ങനെ ടൗണിൽ പോയേക്കുന്നു. എന്തോ ഇളകാമണി മേടിക്കാൻ പോയിട്ടുണ്ട്. എന്നതാണെന്നറിയില്ല, ഇടയ്ക്ക് ടൗണിൽ പോ കൂടുതലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ അതിന്റെ കാര്യം എനിക്കറിയാൻ പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അയ്യോ ഇല്ല, രസമുണ്ടല്ലേ. അപ്പം ചക്കക്കുരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരപ്പിനെ ചേർത്തേക്കാം. അരപ്പ് ചീരവിയലിന്റെ എന്നാന്നൊന്നു 10 പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് എംബോസിഷൻ ഇടും കേട്ടോ, അറിയാൻ മേലാത്തവർക്ക്. എന്നാന്നറിയാവോ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത പ്രാവശ്യം തൊട്ട് ഇനി ഞാൻ പറഞ്ഞു തരത്തില്ല കേട്ടോ. എംബോസിഷൻ വരും. തേങ്ങ, മഞ്ഞപ്പൊടി, 1 ഞുള്ളു ജീരകം, ചുമന്നുള്ളിയും കൂടെ ചതച്ച് കറിവേപ്പില ഇതിനകത്തോട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇട്ട് നന്നായി കൈയൊന്ന് എഴുതിട്ടരാ. അങ്ങനെ അതെല്ലാം കൂടെ ചതച്ചു വെച്ച അരപ്പാണിത്. നല്ല അടിപൊളി ചീര കേട്ടോ. ആലപ്പുഴ തന്നെ ഒന്നുമല്ല ചീര നല്ലത് കിട്ടുന്നത് കേട്ടോ. അയച്ചേച്ചിയെ, ആഹാ, എനിക്കിവിടെ നല്ല അടിപൊളി ചീര കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന്, നമ്മുടെ അല്ല, അമ്മുമ്മയുടെ തോട്ടത്തിൽ നിന്നുള്ളതാണ്. തിരുനക്കര അമ്പലത്തിന്റെ മുൻവശത്തിരുന്ന് വിൽക്കുന്നതാണ്. ആർക്കെങ്കിലും ഇവിടെ കോട്ടയംകാർക്ക് അറിയത്തില്ലെങ്കിൽ ആ അമ്മുമ്മയുടെ അടുത്തുനിന്ന് പോയി മേടിച്ചോണം. പാവം പിടിച്ചൊരു അമ്മുമ്മ, 80 വയസ്സെങ്കിലും കാണും. 80 കാണത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആ അമ്മുമ്മയ്ക്ക് ഞാന് അമ്മുമ്മയുടെ ആരെങ്കിലും മേടിക്കുവാണെങ്കിൽ ചീര അവിടെ നിന്ന് മേടിച്ചോണേ. നല്ല സൂപ്പർ ചീര, നമ്മുടെ പറിച്ചുണ്ടാക്കുന്ന പോലത്തെ ചീരയാണ്. അടിപൊളിയാണ്. അമ്മുമ്മയെ കോണ്ടാക്ട് ചെയ്യുക കേട്ടല്ലോ. ഈ ചീര വേണമെങ്കിൽ. ഇച്ചിരി ഉപ്പിന്റെ ആവശ്യമുണ്ടേ. പിന്നെ എൻ്റെ മോനെ കഴിഞ്ഞ ദിവസം പറയാണേ, പുള്ളി തലയിൽ ഇതൊക്കെ തേക്കാൻ, അല്ല അന്ന് തേക്ക് മുറിച്ചപ്പോ ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞ് തലയിൽ തേക്കാൻ വന്നു. നീ നാളെ വരുന്നുണ്ടെന്ന്, നാളെ വരാന്ന് പറഞ്ഞു. നാളെയാണോ ഇന്ന് പറയാന്ന് പറഞ്ഞു ഉറപ്പ്. അപ്പോഴേ കേക്ക് മുറിച്ചപ്പോ എന്നോട് പറയാം, ഇനിയിപ്പോ ഫാൻസ്കാരുടെ ബഹളമായിരിക്കും അവനുള്ളതുകൊണ്ടേ. എങ്ങനെയുണ്ട് പിള്ളേരുടെ കാര്യം? എന്നിട്ട് എന്നോട് ഇന്നലെ ചോദിക്കുക, അമ്മേ ഫാൻസ് വല്ല എനിക്കുണ്ടോ? ഓ, ഞാൻ പറയടാ, ഞാനെങ്ങനെ അറിയുന്നത്? എല്ലാവരും പേരെഴുതുകയോ സ്ഥലം എഴുതുവല്ലേ. അന്നാ ഒരു കാര്യം ചെയ്യാം. ഇനി അവൻ പറയാ ഉടനെ, അന്നാ ഒരു കാര്യം ചെയ്യാം, ഇനി അമ്മ പറയണം കമന്റിലൂടെ എല്ലാവരുടെയും പ്രായം കൂടെ എഴുതണമെന്ന്. കാലത്തിന്റെ പോക്കെ, എന്നാലേ അവനൊക്കെ ഫാൻസ് ആകത്തുള്ളൂ. അവന് പറ്റുന്നു ഓർത്ത്. ഞാൻ പറഞ്ഞു ശരി, ഞാനിന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. എല്ലാരും എന്നെ അടിച്ച് കൊല്ലുമെന്നും പറഞ്ഞു. നമ്മുടെ മക്കളുടെ കാര്യല്ലേ, ചിരിക്കാനുണ്ട്. അതൊക്കെ തമാശയല്ലേ അല്ലേ. അവനും അവന്റെ കൂട്ടുകാരും ദേവനും ഇത് തന്നെ ഓരോ കമന്റ് എടുത്ത് നോക്കി കഴിഞ്ഞ ദിവസം. എന്നിട്ട് പറയാം, ആരുടെയും പ്രായം എഴുതിയിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞ ശരി, നാളെ തൊട്ട് ഞാൻ പറയാം. അനിത, പേരനിത, നക്ഷത്രം പൂരുരുട്ടാതി, വയസ്സിത്ര, പ്ലേസ് ഇത്ര, നമുക്കങ്ങ് ആലോചിക്കാന്ന് തോന്നി. നല്ലതല്ലേ അങ്ങനെ? എന്റെ പൊന്നെ, നമ്മുടെ കഥയൊക്കെ ഒന്നുകൂടെ നോക്കട്ടെ. മതി, എല്ലാം മതി. ഇത് തിളച്ചു നിർത്തുവാണ്. ഇനി ഞാൻ പോയി നമ്മുടെ ഇതിനുള്ള താളി പറിക്കാൻ പോവാം. നമ്മുടെ ഈ ഇതളുള്ള ഇതല്ലാതെ വേറെ ചെമ്പരത്തി ഉണ്ട്, 4 ഇതളിൻ്റെ 5 ഇതളിൻ്റെ. അത് സൂപ്പറാ. ഞാൻ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. നമുക്കുള്ള ചെമ്പരത്തി ഇലയല്ലേ നമുക്ക് പറിക്കാം. ഞാൻ ഇത് തന്നെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ താളിക്കെടുത്തോണ്ടിരുന്നത്. ഈ ചെമ്പരത്തിയുടെ തന്നെ നമ്മുടെ അപ്പുറത്തെ റെസ്റ്റോറൻറ്റ് നിൽപ്പണ്ടേ, അവിടെ വെയിലില്ല, നമുക്ക് അവിടെ പോയി പറിക്കാവേ. അപ്പം ഈ ചെമ്പരത്തി തന്നെ കണ്ട, ഇവിടെ വെയിലില്ല കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്കിത് ഇങ്ങനത്തെ ഓരോ ഇല പറിച്ചെടുക്കാവേ. അമ്മ കാണണ്ട ഈ ഇല പറിക്കുന്നത്. വേനലാകുമ്പോഴത്തേക്കും ചെമ്പരത്തിയുടെ ഇലയൊക്കെ പറിച്ച് കുറേ എടുത്തു കഴിഞ്ഞാലേ ഇത് പോകുമെന്നും പറഞ്ഞ് ബഹളം വെക്കും. പക്ഷെ അങ്ങനെയുള്ളതൊന്നുമില്ല. ചിലപ്പോൾ ഒന്നും പറയത്തൊന്നുമില്ല. നമുക്ക് വേണ്ടിയിട്ടല്ലേ, ഒന്നും പറയത്തൊന്നുമില്ല. അങ്ങനെ ഇതെല്ലാം ഇച്ചിരി ഏറെ വേണം കേട്ടോ.
പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകണേ. ഇതാണ് മെയിൻ ആവശ്യം. കുറച്ചുകൂടെ പറിക്കട്ടെ. കുറച്ച് പറിച്ചു. പുഴുവൊക്കെ കാണും കേട്ടോ. ഞാനിത് പറിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പുഴു എൻ്റെ മേത്തോട്ട് കയറി. എന്തൊക്കെ കഷ്ടപ്പാടാ ഒരു വീഡിയോ പിടിക്കണമെങ്കിൽ. പുഴുവിൻ്റെ കടിയും കൊണ്ട് എല്ലാവരും ഞാൻ ഒറ്റൊരാളല്ല, എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത് അല്ലേ. വളരെ കഷ്ടപ്പാടാണ്. പുഴുവിൻ്റെ കടിയും കൊണ്ട് അല്ലാതെ തന്നെ ചൊറിച്ചിലാണ് വേനലിന്. അതിൻ്റെ കൂടെ പുഴുവിൻ്റെ കടിയും കൊണ്ട് എല്ലാം കൂടെ കൊണ്ടാണ് നമ്മൾ വീഡിയോ പിടിക്കുന്നത്. നോർത്ത് നോക്കി ശരിയല്ലേ. അപ്പം നമുക്കിത് പറിച്ച് കഴുകിയെടുക്കാവേ. കഴുകിയും കൂടെ എടുക്കാം. എടുത്തോണ്ട് വന്നേ. ഇനി നമുക്കിതിനെ നല്ലതായിട്ട് കഴുകണം കേട്ടോ. കാരണം നിറച്ച് പൊടി നിറച്ചുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് നന്നായിട്ട് കഴുകണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ എൻ്റെ തല കഴുകാൻ പോവാണ്. കോഴി മുട്ടയിട്ട് കാക്ക വന്ന് പതുക്കെ നോക്കുന്നു. മുട്ട എടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? എൻ്റെ മുട്ടയെങ്ങാനും കൊണ്ടുപോയാൽ കാക്കയെ നിന്നെ ഞാൻ ശരിയാക്കും. എൻ്റെ തലമുടി വളർച്ചയുടെ ഏറ്റവും സാധനം എൻ്റെ. അതിന് തന്നെ ഞാൻ കോഴിയെ മേടിച്ചത്. നമുക്ക് മുട്ടയ്ക്കും ആവശ്യമുണ്ട്, ഇതിനും ആവശ്യമുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം കഴുകണം കേട്ടോ, അല്ലെങ്കിലേ പൊടിയാ. ഇനി നമുക്ക് ഉരയ്ക്കാം. ഞാൻ കല്ലേ വെച്ചത് ഉരയ്ക്കുന്നത് കേട്ടോ. ഉരച്ചെടുക്കത്തോളം മിക്സി ഒന്നും വേണ്ട കേട്ടോ. നമ്മളെല്ലാം എളുപ്പ വഴികളാണ് നോക്കുന്നത്. അപ്പോൾ ഉരച്ച് എടുത്തോണ്ട് വരാം. ഉരയ്ക്കുന്ന കാണിക്കാം. അപ്പൊ നമുക്ക് ഉരച്ചെടുക്കാം. കാണാവോ? താളി കല്ല് ഇത് കഴുകിയിട്ടേക്കുന്നതാണേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നന്നായിട്ട് നമ്മൾ കല്ലൊന്ന് കഴുകിയിട്ടേക്കണം കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വയ്ക്കുന്നത് നിങ്ങളെ കാണണം. പെട്ടെന്ന് ഇത് കല്ലേ വെച്ചൊരച്ച. അല്ലാണ്ട് മിക്സി എടുത്ത എന്തിനാ, മിക്സിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മിക്സി എല്ലാം എടുത്ത ഒരു പരുവാവും. ഇത് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഉരച്ചാവും. പത്തൊണ്ടത് നല്ലതായിട്ടായി. കാണിച്ചു തരാം, എടുത്തിട്ട് കാണിച്ചു തരാം. ഒരു പ്രാവശ്യം കാണിച്ചിട്ട് ഞാൻ വീഡിയോ ഓഫ് ആക്കാവേ, അല്ല നീണ്ടു പോകും. ഇന്നലത്തെ പോലെ ആയിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഇതിനകത്താക്കാവേ. ഇതേ കണ്ട വീഴുന്നുണ്ടോ? എന്നിട്ട് ഇതങ്ങോട്ട് മുക്കുക അതിനകത്തിട്ട്. എന്നിട്ട് ആക്കിയിട്ട് ഞാൻ എടുത്തോണ്ട് വരാവേ. ഇത് കണ്ട നല്ല ബേഷിന് റെഡിയായി. ഞാൻ ഇനി ഇതിനെ ഒന്ന് നല്ലതായിട്ട് പിഴിഞ്ഞൊക്കെ എടുക്കട്ടെ. അപ്പം നമ്മുടെ ചെമ്പരത്തിയുടെ താളിയൊക്കെ സൂപ്പർ റെഡിയാക്കി. ഞാൻ അരിക്കത്തൊന്നുമില്ല, ഉള്ള കാര്യം പറയാം കേട്ടോ. നമ്മുടെ തലയിലൊക്കെ ഇച്ചിരി ഇരിക്കുമെന്നേ ഉള്ളൂ. അത് ഉണങ്ങുമ്പോഴത്തേക്കും ചീകി കളഞ്ഞാച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് പോയിക്കോളും. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇടയിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണേ. താരനുണ്ടെങ്കിലും കുറെയൊക്കെ. ആ കുളിച്ചായിരുന്നു. ഇത് ഞാൻ കുളിച്ച് രാവിലെ അങ്ങ് കുളിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്താണേലും ഇന്ന് താളിയുടെ ഒന്ന് കാണിച്ചേക്കാന്ന്. ഇതായിരുന്നു അന്നൊരു പ്രാവശ്യം ചേട്ടൻ വെട്ടാനായിട്ട് ഈ ചെമ്പരത്തി ഈ ചേട്ടനുണ്ടല്ലോ ഒരു പ്രാവശ്യം വന്നപ്പം വെട്ടാൻ വന്നു. വെച്ചപ്പോ ഞാൻ ചതിക്കല്ലേ, ഇതെന്റെ താളി. അന്ന് ചേട്ടൻ അറിയത്തില്ല, അവിടുന്ന് വരുന്നതിന് മുമ്പായിട്ടെ. കുറെ വർഷത്തിന് മുമ്പത്തെ കാര്യമായിരുന്നു. അന്ന് തൊട്ട് അല്ല ഇപ്രാവശ്യം അല്ല, അന്ന് പ്രാവശ്യം വെട്ട്. പിന്നെ ചേട്ടന് മനസ്സിലായി പിന്നെ വെട്ടിട്ടേ ഇല്ല. ഇല നമുക്ക് വേണ്ടേ. ഞാൻ ഷാമ്പു എടുക്കാവേ ഇല്ലല്ലോ, ഇത് മാത്രമേ തേക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ ഇത് തലയിൽ നല്ലതായിട്ട് തേച്ച് അഴുക്കും പോകും, താരനും നല്ലതാ കേട്ടോ. ചിലവർ ഇതിനകത്തോട്ട് ഒരു മുട്ടയും കൂടെ അങ്ങോട്ട് ആക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ സൂപ്പറാ എല്ലാത്തിനും. ഞാൻ ഇന്നിപ്പോ ഇടുന്നില്ല, ഞാൻ ചില പ്രാവശ്യമൊക്കെ മുട്ടയൊക്കെ ഇടും. ഒരു സംശയം ഇതിനൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുട്ടയല്ലേ, മുട്ടയ്ക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല.
ഇതാണെങ്കിലോ താളി, അതിനേക്കാളും ഇത് ആയുർവേദം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇതിനകത്തോട്ട് മുട്ടയും കൂടെ ചേർത്ത് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നല്ല ധൈര്യമായിട്ട് എല്ലാരും ഇത് യൂസ് ചെയ്യുക. തലയിൽ തേക്കുക. ഷാമ്പു ഇടണ്ട. ഷാമ്പു ഇടാതെ അല്ലേ? ഷാമ്പു ഇടുവേ വേണ്ട. ഞാൻ ചേട്ടനെ കൊണ്ട് ഷാമ്പു എത്തോണം വരുത്തില്ല. കൊച്ചുങ്ങൾക്ക് മാത്രം ഒറ്റ ഒരെണ്ണം അവിടുന്ന് വരുത്തിച്ചത്. അല്ലാതെ ഞങ്ങൾ ലുലുവിൽ പോകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഷാമ്പു ഒക്കെ എടുക്കുന്നായിരുന്നേ. ഞാൻ തേക്കത്തില്ല. പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം. ഇപ്പൊ പിള്ളേർക്കും പഠിച്ചു പോയി. തലമുടിയൊക്കെ കണ്ടപ്പോ ഇപ്പൊ അടുത്ത മോൻ വരുമ്പോ അടുത്ത ആഴ്ചത്തേക്ക് ഇപ്രാവശ്യത്തെ ഇനി ഒന്നാം മട്ട നമ്മൾ തേച്ചിട്ടല്ലേ പോയത്. അന്നേരം ഇനി അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക്, അല്ല ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ചയല്ലേ തേച്ചിട്ട് പോയത്, ഈ ആഴ്ച. നാളെയോ നാളെ കഴിഞ്ഞോ, നാളെ ചിലപ്പം വരുവാണെന്നുണ്ടെങ്കിൽ നാളെ, ചിലപ്പോ വെള്ളിയാഴ്ച ലീവ് എടുത്തു വരും. വെള്ളിയാഴ്ച ലീവ് അല്ലല്ലോ, വീട്ടിൽ ചെയ്യാറില്ല എന്നോട്. അവിടുത്തെ അവിടുന്ന് ലീവ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനിത് തേച്ചിട്ട് എല്ലാം കഴിഞ്ഞ് വരാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് ഉപയോഗിക്കണം, മറക്കരുത്. ഇത് ഒറിജിനൽ താളിയാന്ന് പറഞ്ഞ സാധനമാണ്, ആയുർവേദമാണ്. പിന്നെ നമ്മുടെ മുട്ട, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ബെറ്റർ ആണ്. നമ്മള് ഷാമ്പൂ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് കെമിക്കലാണത്. ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. എല്ലാവരും യൂസ് ചെയ്യുക കേട്ടോ. എന്താ അതിന്റെ റിസൾട്ട് പറയണം. ഓക്കെ, ബൈ. മുട്ടയുടെ ഒരു ടിപ്സ് നാളെ പറഞ്ഞുതരാം കേട്ടോ. അത് ഞങ്ങൾ തേച്ചോണ്ടിരിക്കുവാണ്. വേറൊരു ടിപ്സ്, തലയുടെ ഒന്നുമല്ല, എല്ലാത്തിനും നല്ല സംഭവം നാളെ. ഇപ്പൊ ഞാൻ താളിയൊക്കെ ഇട്ട് തലയൊക്കെ തേച്ച് കഴുകി, തല ഇങ്ങനെ വാറ്റി വെച്ചിട്ട് പിന്നെ കഴുകി. പിന്നെ ഇനിയിപ്പം മുട്ട ഉണ്ടാക്കാൻ പോട്ടോ. ഞങ്ങൾ മുട്ട പൊരിക്കാൻ പോകും. മുട്ട പൊരിച്ച് ചേട്ടനോടെ സാലഡ് ഉണ്ടാക്കാൻ പോന്നു. ഞാൻ മുട്ട പൊരിക്കാൻ പോന്നു. ത്രാക്കിട്ട് വരാം. ചെള്ളാസ് ഉണ്ടാക്കി ഇവിടെ നിന്ന് കേട്ടോ. ചെള്ളാസ്, നമ്മുടെ ചെള്ളാസ് സ്പെഷ്യൽ. ആർക്കെങ്കിലും ചെള്ളാസ് വേണോ? നമ്മുടെ കുക്കുംബർ ഇട്ട് കക്കിരി ആയിരുന്നു. കക്കടി, കുക്കുംബർ എല്ലാം നല്ല ഒന്നാം തരം മട്ടമട്ടായിട്ട് അരിയണം. ചൂടിന് ബെസ്റ്റ് അല്ലേ? ചേട്ടാ ചെള്ളാസ്, ഞാനിവിടെ അരിയണം. തക്കാളി അങ്ങനെ ഒരു ചെള്ളാസ്. സൗദിയിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ആട്ടോ. എനിക്ക് തൈര് ഒഴിച്ചിട്ട് അതരിഞ്ഞ് ഇത് ഇഷ്ടമാണ്. അല്ലാത്തപ്പോ ഈ തൈരില്ലാതെ ഈ മറ്റേ കക്കിരി മാത്രം അരിഞ്ഞൊരെണ്ണം എടുക്കത്തില്ലേ ചൂടിന് കഴിക്കുന്നത്, അതെനിക്ക് ഇഷ്ടമില്ല. അത് ഞാൻ തിന്നാറില്ല. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് ആക്കിയിട്ടേ നമുക്ക് പിന്നെ കാണാം കേട്ടോ. കഴിക്കാൻ നേരം കാണാം. അപ്പൊ ഞങ്ങളിതേ സമയമായി കേട്ടോ കഴിക്കാൻ. ഞങ്ങള് ചോറൊക്കെ ഉണ്ണട്ടോ കേട്ടോ. കറിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇന്നലെ എൻ്റെ ഇതിനകത്ത് 2-3 കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മനോമണി എന്നും പറഞ്ഞ് പുള്ളിക്കാരി 12:52 വരെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ നെറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഒരു ഫാമിലിയിലോട്ടുള്ള മെസ്സേജ് ആയിരിക്കും. ക്ലിക്ക് ക്ലിങ് എന്ന് പറഞ്ഞ് സൗണ്ട് കേട്ട് പെട്ടെന്ന് എടുത്തപ്പോഴത്തേക്കും എൻ്റെ വീഡിയോ ആണ് പുള്ളിക്കാരി കാണുന്നത്, ആ മോള് കാണുന്നത്. എന്താണേലും എൻ്റെ വീഡിയോ ഏതായാലും എൻ്റെ ഭാഗ്യമായിരിക്കും പെട്ടെന്ന് ക്ലിക്ക് വന്നതും ഒച്ച കേട്ടതും അത് കാണാൻ തോന്നിയതും എല്ലാം. അപ്പം ഭയങ്കര ഇഷ്ടമായി, ജയ ആൻറ്റിയെ ഭയങ്കര ഇഷ്ടമായി. ഇനി ഞാൻ എല്ലാ വീഡിയോയും കണ്ടോളാം. ഞാൻ പിന്നെ അത് ഫുള്ള് രാത്രിയിൽ അത് നോക്കിക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു. കണ്ടില്ല എന്ത് സ്നേഹം എന്നോട്. മോളെ വളരെ താങ്ക്സ് കേട്ടോ കേട്ടതില്. അപ്പൊ പിന്നെ അഷ്നാദ് എന്ന് പറയുന്ന നമ്മുടെ ഇതുണ്ടാക്കുന്ന പേപ്പർ വെച്ച് ഒരു ഹായ് പറയണം. ഹായ് ചക്കരേ. ലക്ഷ്മി മേനോൻ ബേക്കർ സ്കൂളിൽ പഠിച്ചതാണ്. ഇംഗ്ലീഷായിരുന്നു ഫുള്ള്. ഞാൻ പേടിച്ചാണേ ഇംഗ്ലീഷൊക്കെ വായിച്ചത്. പക്ഷെ നമ്മൾ കുറെയൊക്കെ പഠിച്ചോണ്ട് നമുക്ക് ഇംഗ്ലീഷൊക്കെ അറിയാമല്ലോ. ഇംഗ്ലീഷ് വായിച്ചു. യു എസിലാണിപ്പോ. എൻ്റെ ലക്ക്. അപ്പം അതിനും എൻ്റെ ചാനലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്. പിന്നെ ഒരു സിനി വർഗീസ് എന്നെ കെട്ടിപ്പിടിച്ചു വന്നു. ബാ ഞാനും തന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തതിലോട്ട് പോകാം. അപ്പോഴേ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് നിർത്തിയേക്കാം. ഇന്നത്തെ വീഡിയോ
അധികം നീളമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു അധികം നീളമൊന്നും ആക്കരുതേ എന്ന്. ആരാ പറഞ്ഞേ? ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി നീളം വെക്കരുതെന്നല്ലേ? പറഞ്ഞിട്ടില്ലായിരുന്നു? ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പറഞ്ഞിട്ടില്ല, ക്ഷമിക്കുക. അപ്പം പുതിയ പിന്നെ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. നാളെ നമുക്കൊരു ടിപ്സും ഒക്കെ ആയിട്ട് വരാം. ഞാൻ ചെയ്തിട്ടുള്ള ടിപ്സാണ് ഇതിനു മുമ്പും. അപ്പോൾ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ചെയ്യണം, കുറച്ചായി ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയുമായിട്ട് നാളെ തന്നെ നമുക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.